അനോമി കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത റിയാസ് മാറാത്ത് എന്ന പുതിയ സംവിധായകൻ്റെ സിനിമയായ അനോമി കണ്ടു. അത്യാവശ്യം തരക്കേടില്ല എന്ന നിരൂപണങ്ങൾ കേട്ടും കണ്ടതിനു ശേഷമാണ് സിനിമ കണ്ടത്. ഒരു തരക്കേടില്ലാത്ത നല്ല സിനിമ തന്നെയായാണ് അനോമി തോന്നിയതും. ഭാവനയും റഹ്മാനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ വന്നിരിക്കുന്നത്. തുല്യ പ്രാധാന്യത്തോടെ തന്നെയാണ് ചിത്രത്തിൽ ഇവർ ഇരുവരെയും സംവിധായകൻ കഥാപാത്രങ്ങളായി പ്ലേസ് ചെയ്തിരിക്കുന്നതും. ത്രില്ലർ സ്വഭാവമുള്ള അനോമിയുടെ കഥ പറഞ്ഞു പോകുന്നത് ഒരു പ്രദേശത്ത് നടക്കുന്ന സീരിയൽ കില്ലിങ്ങിലൂടെയാകുന്നു. നോംലെസ്നെസ് എന്നാണ് അനോമി എന്ന വാക്കിനർത്ഥം. സയൻസും അന്ധമായ വിശ്വാസങ്ങളും ഒക്കെ മിക്സാക്കിയ തരത്തിൽ ഉള്ള ഒരു പോയിന്റിലേക്കാണ് ഈ സിനിമ ഒടുവിൽ എത്തിച്ചേരുന്നത്. അതൊരു പുതിയ ചിന്തയും വ്യത്യസ്തത നിറഞ്ഞ ഐഡിയയും ആയി വന്നതായി തോന്നി. അതിനെ സംവിധായകൻ പ്രേക്ഷകർക്ക് ഫുള്ളി കൺവിൻസ്ഡ് ആവുന്ന തരത്തിൽ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തതായും തോന്നി. ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥയായ സാറ എന്ന വേഷം ഇമോഷണൽ വശങ്ങളും ആ കഥാപാത്രത്തിൻ്റെ പാസ്റ്റിലുള്ള പശ്ചാത്തലവും ഒക്കെ ചേർത്ത് ഭാവന ഓവറാക്കാതെ തന്നെ ചെയ്തു ഫലിപ്പിച്ചതായി തോന്നി. ജിബ്രാൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വേഷം റഹ്മാൻ ആ കഥാപാത്രത്തിൻ്റെ ഭൂതകാലവും ഒക്കെ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്തു ഫലിപ്പിച്ചു. ഭാവനയുടെ സഹോദരൻ്റെ വേഷം ഷെബിൻ ബെൻസൺ മനോഹരമാക്കിയപ്പോൾ സുഹൃത്തായ എബിയായി അർജുൻ ലാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബിനു പപ്പുവിൻ്റെ റോളും ലിയോണയുടെ കഥാപാത്രവും ഒക്കെ നന്നായി. ഇതെല്ലാം തന്നെ ഓർമ്മിക്കത്തക്ക കഥാപാത്രങ്ങളായിരുന്നു. ഒരു കിടിലൻ കഥാപാത്രവുമായി വിഷ്ണു അഗസ്ത്യ എന്നത്തെയും പോലെ ഇവിടെയും ഞെട്ടിച്ചു. മേഘയും റഹ്മാൻ്റെ ഭാര്യാവേഷം നന്നായി ചെയ്തു. 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉള്ള സിനിമയുടെ ഒന്നാം പകുതിക്ക് വേഗത കുറവായി തോന്നി. മൊത്തത്തിൽ സിനിമയുടെ കഥ കുറച്ചുകൂടെ സ്പീഡിൽ അവതരിപ്പിക്കാമായിരുന്നെന്നും പേഴ്സണലി തോന്നി. സിനിമയുടെ പശ്ചാത്തല സംഗീതവും വിഷ്വൽസും ഒക്കെ തന്നെ ഗംഭീര ഔട്ട്പുട്ട് തന്നെ തന്നു. പടം ചിത്രീകരിച്ചതിന് പിന്നിലും പടം എഴുതിയതിന് പിന്നിലും ഒരു ഹോംവർക്ക് നടക്കുന്നതായി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അങ്ങനെയാണ് ചിത്രം എഴുതി സ്ക്രീനിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നതും. ഒരു ആകാംക്ഷ എപ്പോഴും നിലനിർത്തി ഒരു താളത്തിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും. ഇൻ ഷോർട്ട്, ഒരു വ്യത്യസ്ത തോട്ടിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ഡീസൻറ്റ് ത്രില്ലർ സിനിമയാകുന്നു അനോമി. ഭാവിയിൽ നല്ല സിനിമകൾ നമുക്ക് സമ്മാനിക്കാൻ കഴിവുള്ള ഒരു ക്രൂ ആണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും പേഴ്സണലി തോന്നി. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ തന്നെ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ടോട്ടലി എ നൈസ് വാച്ച്.